ബൈബിള് വായിക്കാറുണ്ടോ? കൊന്ത ചെല്ലാറുണ്ടോ? പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ കിട്ടുന്ന ഉത്തരം ഇത്തിരി വിഷമമുള്ളതാണ്. അച്ഛാ സമയമില്ല അച്ഛാ, തിരക്കാണ് അച്ഛാ, എല്ലാം കൂടി നടക്കുന്നില്ല എന്നിങ്ങനെ പല പല എക്സ്ക്യൂസുകൾ നിരത്താറുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് സമയമില്ലാത്തതാണോ വിഷയം? വീഡിയോ വെഞ്ചരിപ്പിനൊക്കെ ചെല്ലുമ്പോൾ വിചാരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചേട്ടാ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ. പലരും പറയും, അച്ഛാ ആകെ ഒരു ഞായറാഴ്ചയല്ലേ ഉള്ളൂ, തിരക്കാണ്, അല്ലെങ്കിൽ ജോലിയുണ്ട്, ഞായറാഴ്ചയാണ് ജോലിക്ക് പോകുന്നത്. ഇങ്ങനെ പല പല ന്യായീകരണങ്ങൾ നമ്മൾ നിരത്തുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തില് വിരുന്നിന്റെ ഉപമയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വിരുന്നിനായിട്ട് ഒത്തിരി പേര് ക്ഷണിക്കപ്പെട്ടു, പക്ഷെ പലരും പല ന്യായീകരണങ്ങൾ നിരത്തി ഒഴിഞ്ഞു മാറുകയാണ്. ചിലർ പറയുന്നുണ്ട് വയല് മേടിച്ചു, കാളകളെ മേടിച്ചു, എന്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, എന്നിങ്ങനെ പല പല എക്സ്ക്യൂസുകൾ നിരത്തി അവരെല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ്. അവരെല്ലാം റിജക്ട് ചെയ്യും. ഇഷ്ടപ്പെട്ട ആളുകളോട് മണിക്കൂറുകൾ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ട്. മൊബൈൽ ഫോണിൽ രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ ചെലവിടാൻ നമുക്ക് സമയമുണ്ട്. പക്ഷേ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ, ഒരു 5 മിനിറ്റ് ബൈബിൾ വായിക്കാൻ മാത്രം എന്തേ നമുക്ക് സമയം തികയാതെ വരും. ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന വെറും ന്യായീകരണങ്ങൾ മാത്രമല്ലേ? അതുകൊണ്ട് സമയമില്ല, തിരക്കാണെന്നൊന്നും പറയരുത്. ദൈവത്തിന് വേണ്ടി അല്പസമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുക, കുമ്പസാരിക്കാതിരിക്കാൻ പറ്റുക, ബൈബിള് വായിക്കാതിരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഒന്നാം സ്ഥാനം എപ്പോഴും കർത്താവിന് മാത്രമായിരിക്കട്ടെ.